നമസ്കാരം. ബേബി ഗേൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു. എന്താ പറയുക, ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു കഥയാണെന്ന് ഫീൽ ചെയ്തു. ഈ ഇത്തരം കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിൽ എപ്പോഴും വായിക്കുന്നതാണ്. അപ്പോൾ അത്തരം വാർത്തകൾ വായിക്കുമ്പോൾ ഞാൻ പേഴ്സണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്ക്രിപ്റ്റായിട്ട് സഞ്ജയണ്ണും മരുണും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഇതിനകത്ത് ക്യാരക്ടേഴ്സാണ്. ബേബി ഗേളും ഇതിൻ്റെ കഥയുമാണ് ഇതിൻ്റെ ഹീറോസ്. ബാക്കി എല്ലാവരും ഞങ്ങൾ ക്യാരക്ടേഴ്സാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇത് എന്താ പറയുക, പുതിയതായിട്ട് ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള കഥയാണ്. അടുത്ത ജനറേഷൻ്റെ കഥയാണ്. അത് സംസാരിക്കപ്പെടുന്നതാണെന്ന് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ തീരുമാനിച്ചു. അല്ല, ഇത് വളരെ ലൈവായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. എല്ലാം റിയൽ ലൊക്കേഷൻസാണ്. റിയൽ ആയിട്ടുള്ള പ്രിമൈസസിൽ ഷൂട്ട് ചെയ്തു. അതിന് വേണ്ടി പെർമിഷൻസ് നേരത്തെ എടുത്ത് റിയലായിട്ട് ഇതിനകത്തുള്ള ട്രെയിൻ സീൻസ് എല്ലാം റിയലായിട്ട് എടുത്തതാണ്. പക്ഷെ ഇതിനു മുമ്പും ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട്. ലിസ്റ്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അത് നമ്മൾ വളരെ ഇമോഷണലി കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്ത് ഇതേപോലെ തന്നെയാണ് ഒരു കോസിന് വേണ്ടി കുറേ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കഥയാണ് ട്രാഫിക്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനത്തെ ഒരു കഥ പിന്നീട് കേട്ടത്. അത് ബേബി ഗേളായിരുന്നു. അത് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മക്കളുള്ളതാണല്ലോ. അപ്പോൾ അവരെ പറ്റിയുള്ളൊരു കഥ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് പേഴ്സണലി ഭയങ്കര കണക്റ്റായി തോന്നി. പിന്നെ അരുണാണെങ്കിലും ഇതിൻ്റെ എല്ലാ ടെക്നീഷ്യൻസ് എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓവർ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു ഡ്രാമ പോലെ ആവാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും അങ്ങനെയാണ്. ഇത് ഓഡിയൻസിന് കണക്ട് ആവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതാണ് ഈ കഥ അങ്ങനത്തെ ഒരു കഥയാണ്. ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യുന്ന കഥയാണ്. ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു. പ്രൊഡക്ഷന് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവരുടെ ടീമും അടിപൊളിയായിരുന്നു. അരുണിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ട് ഇതിനകത്തുണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർന്ന ഒരു ടീം എഫേർട്ടാണ് സത്യം പറഞ്ഞ ബേബി ഗേൾ. നമസ്കാരം. പ്രൊഡക്ഷനെ സംബന്ധിച്ച് സിനിമ ചെയ്യുമ്പോൾ കൂടെ ഒരുപാട് പേര് ഉണ്ട്. അപ്പം അവരാണ് അതിൻ്റെ പെർമിഷനും മറ്റു കാര്യങ്ങളെല്ലാം എടുക്കുന്നതും ചെയ്യുന്നതുമെല്ലാം. അപ്പോൾ അതുകൊണ്ടിട്ട് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടല്ല. നമ്മുടെ ഒരു ടീം നമ്മുടെ ഒപ്പം ഉള്ളതാണ് ഈ സിനിമകൾ സംഭവിക്കുമ്പോൾ ഈസിയായി മാറുന്നത്. അല്ല, 2010 ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പം എൻ്റെ ആദ്യ സിനിമയായ ട്രാഫിക് സിനിമയുടെ റൈറ്ററാണ് ബോബി സഞ്ജയ്. അപ്പോൾ ബോബി സഞ്ജയ് ആയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോബി സഞ്ജയ് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊരു ട്രാഫിക് സിനിമയെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കണ്ടൻ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതൊരു കൂട്ടായ്മയാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് ഒരു ഹീറോ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് പറയാനായിട്ട് പറ്റില്ല. ഈ സിനിമയുടെ ഹീറോ എന്ന് പറയുന്നത് ഈ ബേബി ഗേളാണ്. ഈ സിനിമയുടെ ടോട്ടാലിറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്ന് ഓർത്തപ്പോൾ അതിൽ പോലും ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാര്യം നിവിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. നിവിനാണ് ഹീറോ. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് നിവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിട്ട് കാട്ടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു ഓഡിയൻസിന് നമ്മളൊരു റോങ് മെസ്സേജ് കൊടുക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ പബ്ലിസിറ്റി നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് റോങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ടോട്ടാലിറ്റി, ഇപ്പോൾ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് എല്ലാവരും അതിൻ്റെ അകത്തൊരു വലിയ പാർട്ടാണ്. അപ്പോൾ മേജർ പാർട്ട് എന്നുള്ള കാര്യമുള്ളൂ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടിട്ടാണ് ഞങ്ങൾക്കിത് ഒരുപാട് പബ്ലിസിറ്റി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വേറൊരു വിഷമം. കാര്യം വേറൊരു സിനിമയ്ക്കാണെങ്കിൽ ഒരു പാട്ട് നമുക്ക് ആദ്യം ഇറക്കി വിടാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒരു ദിവസം നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്ത് വിട്ടാലും അത് സിനിമയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് കുറേ അധികം ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടിട്ടാണ് ഇന്ന് മുതലാണ് ആക്ച്വലി ഈ സിനിമയുടെ ഒരു പബ്ലിസിറ്റി സ്റ്റാർട്ടാവുന്നത് പോലും. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് സഞ്ജോട്ടൻ വന്ന് ഈ കഥ പറയുന്നു. കഥ പറഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ വളരെ ധൈര്യപൂർവ്വം എടുക്കാൻ ഡിസ്റ്റിൻ എൻ്റെ കൂടെ വരുന്നു. ആ കഥ കേട്ടിട്ട്
ഒരു സിംഗിൾ ഹീറോ സബ്ജക്റ്റ് അല്ല എന്നറിഞ്ഞ് വളരെ മാഗ്നാനിസമായി നിവിൻ സർ ഇതിൻ്റെ ഭാഗമാവുന്നു. നിവിൻ സർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ആക്ടേഴ്സും വളരെ ടാലൻ്റായിട്ട് വളരെ സപ്പോർട്ടീവായിട്ട് വളരെ ചെറിയ ചെറിയ പോർഷൻസ് ചെയ്താലും വളരെ ഹ്യൂജ് കോൺട്രിബ്യൂഷനാണ് അവർ വന്ന് നമുക്ക് വേണ്ടി ചെയ്തത്. സോ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഇന്നിവിടെ നിൽക്കുമ്പോൾ, ഈ മൊമെൻറ്റിൽ ഇവിടെ നിൽക്കുമ്പോൾ ഡെയിലി ഷൂട്ടിംഗ് നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് മുമ്പോ പല സ്റ്റേജസിൽ ഈ സിനിമ നിൽക്കാനും മുന്നോട്ട് പോകാതിരിക്കാനും ഒരുപാട് ബ്ലോക്സ് ഫേസ് ചെയ്തിട്ടാണ്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്തിട്ടാണ് എവറി ഡേ ബേസിസിൽ, ചിലപ്പോൾ എവറി മണിക്കൂർ ബേസിസിൽ നമ്മൾ ഒബ്സ്റ്റക്കിൾ ഫേസ് ചെയ്തിട്ടാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തത്. വളരെ ലൈവായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയായിരുന്നു. സോ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്, സ്പെസിഫിക്കലി എനിക്ക്. ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അല്ല, ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം 4 ദിവസമുള്ള ഒരു കുട്ടീനെ, കാരണം കുട്ടി ജനിച്ചിട്ടുള്ളൂ, പല പല അതും ഹെൽത്തിയായി വരണമല്ലോ, ഇമ്മ്യൂണിറ്റിക്കായി വരണം. പക്ഷെ അതിനു മുമ്പ് തന്നെ അതിൻ്റെ പാരൻസ് ഈ സബ്ജക്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ആ കൊച്ചിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ കുട്ടിയുടെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും നേരിട്ട് കാണുന്നുണ്ട്. കാരണം ഭയങ്കര ചൂടാണ്. നമ്മൾ എ സിയിൽ ഇരുത്തുന്നു, തിരിച്ചു കൊണ്ടിരുന്നു, എ സിയിൽ തിരിച്ചു വരുന്നു. അതൊരു 3-4 മാസം പ്രായമായ ഒരു കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടി ഇതറിയും. 4 ദിവസമായിട്ടുള്ളൊരു കുട്ടിയല്ലേ, അതൊരു കമ്മിറ്റ്മെൻ്റാണ്, ഈ സബ്ജക്റ്റിനോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ അത് അഖിലിനും ഇഫിനും എല്ലാ നന്ദിയും പറയുന്നു. When you held the 4-day-old Rudraksh, did you get reminded of your own when you were a father for the first time? അല്ല, ഈ ജനിച്ച കുട്ടികളെ എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒന്നാമത് അവരുടെ കഴുത്തൊക്കെ ഒന്നും ഉറച്ചിട്ടുണ്ടാവില്ല, അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണമല്ലോ. അപ്പം ഡിഫിക്കൽട്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും. പക്ഷെ ഒരു ഡിസിഷനാണ്, ഒരു പാരൻസിൻ്റെ ഡിസിഷനാണ്. ഈ കഥ പറയപ്പെടണമെന്ന് അവരും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ആ കുട്ടി വന്നു, ഈ കുട്ടി വന്നതുകൊണ്ട് ഈ സിനിമ നടന്നു. ആക്ച്വലി സാധാരണ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്കാണ് ഉറപ്പ് കൊടുക്കാറുള്ളത് ഈ സിനിമ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത്. പക്ഷേ ഇത് ആസ് എൻ ആക്ടർ എനിക്ക് ഓൺ ദ ഗോയിൽ പ്രോസസ്സിൻ്റെ സമയത്തൊക്കെ വളരെയധികം സന്തോഷം തന്നിട്ടുള്ള, വളരെ ഇമോഷണലി ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഒരു നല്ല സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൻ്റെ ടീമും ബാക്കിയുള്ള ആളുകളൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആദ്യം മുതലേ. ബിഗസ്റ്റ് ലേണിംഗ് കുഞ്ഞിനെടുക്കുന്നതായിരുന്നു. Yes, can we talk about that, because I know that what was that like, weren't you scared, your first emotions? ആക്ച്വലി ഇതുപോലെ ഞാനും ചേട്ടൻ പറഞ്ഞ പോലെയാണ്, കുഞ്ഞുങ്ങളെയൊന്നും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്തിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാനും ലിജോയും ഒരുപാട് കുട്ടിയായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര കാര്യമായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ കുഞ്ഞിനെ പോലെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് കുറേ ദിവസങ്ങൾ. എന്നെ ബേബികളിൽ ലിസൻ ചേട്ടനാണ് ആദ്യം വിളിച്ചത്. ലിസൻ ചേട്ടൻ എനിക്ക് അതിൻ്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ലിസൻ ചേട്ടൻ എന്നെ വിളിച്ചു. എന്നിട്ട് അരുൺ ചേട്ടനെ കണ്ടു, സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എളുപ്പമുള്ള കഥയല്ല. എന്താ പറയുക, നല്ലൊരു ക്യാരക്ടറാണെങ്കിലും അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ളൊരു വേഷമായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ചെയ്യുന്നത്. ഇവരോടൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ്, നിവിൻ ചേട്ടനോട് പടം ചെയ്യാൻ ആസ് എ ബിഗ് നിവിൻ പോളി ഫാനാണ്. അപ്പോൾ പുള്ളിയോട് ഒരു ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതൊരു 1 ഡേ സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക, ഡെയിലി ഷേവ് ചെയ്യുക, കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക. പിന്നെ റോഡിലൂടെ വെളുപ്പിനെ 5:30 മണി വരെയൊക്കെ ആയിരുന്നു ഷൂട്ട് പോയിരുന്നത്. അപ്പോൾ ഈ നൈറ്റ് പലപ്പോഴും എന്താണ് പറയുക, ഉറക്കം ശരിയാവാതുള്ള സംഭവങ്ങളും അങ്ങനത്തെ ആയിരുന്നു ഏറ്റവും സ്ട്രഗിൾ. How did you keep the energy alive? എല്ലാവരും എങ്ങനെയാണ് how did you keep this energy alive? Because everyone is talking about the challenges and like how many obstacles there were. So what do you think kept the energy alive? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഇവരെല്ലാവരും നമുക്കൊരു ഗ്രൂപ്പ്, ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരും എനർജി വരുമ്പോൾ നമ്മളും എനർജി ഫോളോ അപ്പ് ചെയ്ത് തന്നെ പോകും. അതൊരു അവിടെ ഒരു ഡൗൺ ആവണമെന്ന് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അല്ലാതെ അരുൺ ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോഴും പുള്ളി എത്ര മിസ്റ്റേക്ക് എടുത്താലും പുള്ളി അതിനെ എല്ലാവരും കമൺ, നീ ചെയ്യും, നിനക്ക് പറ്റും എന്ന് അതിനെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് അരുൺ ചേട്ടൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം ഇത്ര നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ. ഇതിലൊരു ചെറിയ പാട്ടാണ് ഞാൻ ചെയ്തത്, ബട്ട് ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം.
നമ്മുടെ പടം ഈ അടുത്ത ദിവസം തിയേറ്ററിലേക്ക് വരികയാണ്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റിസ്ക് ഒക്കെ എടുത്ത് ചെയ്തൊരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു. ബാക്കി ശ്രീതേട്ടൻ പറയും. നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. അരുൺ നേരത്തെ പറഞ്ഞു ചെറിയ വേഷങ്ങൾ ചെയ്ത ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനെ പറ്റി പറഞ്ഞു. അത് എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ചെറിയ വേഷം കൊണ്ട് ചെയ്യാൻ സാധിച്ച എനിക്ക് ഒരു വലിയ വേഷം തന്നാൽ എത്ര വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കണമെന്ന് അരുണിനോട് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. പിന്നെ മാജിക് ഫ്രെയിംസിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയ ഭാഗ്യമാണ്. സഞ്ജയ് ബോബി സ്ക്രിപ്റ്റിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ആസ് ആൻ ആക്ടർ എൻ്റെ ഒരു അഭിലാഷമാണ്. പറ്റി. അതുപോലെ തന്നെ നിവിൻ്റെ കൂടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു സിനിമയിൽ, ഞങ്ങൾ ഒരുമിച്ചില്ലെങ്കിലും ഒരു സിനിമയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ആൻഡ് ദാറ്റ് ടു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർവം മായ. അതെല്ലാം മായ. എന്തായാലും സന്തോഷം. താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം ഇത് ഒരു ദിവസത്തെ കഥയായതുകൊണ്ട് സിനിമയെക്കുറിച്ചൊന്നും പറയുന്നില്ല. ലിവിൻ്റെ രണ്ടാമത്തെ പടത്തിലാണ് അഭിനയിക്കുന്നത്. ഫസ്റ്റ് ആക്ഷൻ ഹീറോ ബിജു ദൈവാനുഗ്രഹം കൊണ്ട് അത് ഹിറ്റായി. അപ്പം ഇതും ഹിറ്റാവും എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോൾ അളിയൻ്റെ സമയമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. വേറെ ഒന്നും പറയാനില്ല. നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ ഏറ്റവും വലിയ കുഴപ്പത്തിന് ഫീഡ്ബാക്ക് ഇല്ല. അപ്പോൾ എന്താ പറയണതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇവരൊക്കെ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബോബിയുടെ സ്ക്രിപ്റ്റ് എല്ലാവർക്കും അറിയാൻ വളരെ നന്നായി തിരക്കഥയൊക്കെ എഴുതുന്ന വിഷയങ്ങൾ, പുതിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പിന്നെ ലിസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ മാജിക് ഫ്രെയിം. അരുണിൻ്റെ ഗരുഡൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഒരു സക്സസ്ഫുൾ ഫിലിമായിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവർ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി 23rd ബേബി ഗേൾ കാണണം. ഇതിനൊരു പാർട്ടായതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. This is my first film, so I'm extremely nervous and overwhelmed being here. പക്ഷേ അരുൺ സാറിൻ്റെ സിനിമയിലൊരു ഭാഗമാവാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ആൻഡ് ബോത്ത് ഓഫ് ദം, ദേ ആർ ദ ബെസ്റ്റ് മെൻറ്റേഴ്സ് എനിബഡി ക്യാൻ ഗെറ്റ്. ഈ ഹോൾ എക്സ്പീരിയൻസ് തന്നെ ഐ എം ജസ്റ്റ് സോ ഹാപ്പി. ഐ കാൺട്ട് ബിലീവ് ദിസ് ഇസ് ഹാപ്പനിങ്. ഐ ജസ്റ്റ് ഹോപ്പ് എവറിത്തിങ് വർക്ക്സ് ഔട്ട് വെൽ. ആൻഡ് എല്ലാവരും പോയി സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഹായ്, എൻ്റെ പേര് അക്ഷയ്. Truly blessed to be a part of this film, and I wish nothing but all the best to the entire team. എല്ലാവരും ഫിലിം പോയി കാണണം. ഹായ്, എൻ്റെ മൃദുൽ. മാജിക് ഫ്രെയിംസിൻ്റെ ബേബി ഗേൾ ഒരു പാട്ടാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷമുണ്ട്. അരുൺ സാറിൻ്റെ ഗൈഡൻസിലും ബോബിയൻ സഞ്ജയ് സാറിൻ്റെ ഫസ്റ്റ് ഡെബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. ആൻഡ് എല്ലാവരും 23rd മൂവി റിലീസാണ്, എല്ലാവരും വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് പാർവതി. എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയ ഒരു പടമാണ്. ഇതിൽ ചെറുതാണെങ്കിലും ഒരു നല്ല വേഷം കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് മാജിക് ഫ്രെയിംസിൻ്റെ അടുത്ത പടവും എനിക്ക് കിട്ടിയത്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പ്രാർത്ഥിക്കുന്നു. എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, ഓപ്പൺ മൈൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. നിവിൻ സാറ് കഥ കേട്ടിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ സിംഗിൾ ഹീറോ അല്ലാത്തൊരു സബ്ജക്റ്റ് പുള്ളി ചെയ്യുന്ന നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞ കാരണം ഈ ലൈക്ക് ദിസ് ഫിലിം ബിക്കോസ് ഹീസ് എ ഫാദർ. പുള്ളി ഒരു അച്ഛനാണ്. അപ്പോൾ പുള്ളി he feels that this film is a story, അത് എല്ലാവരും സ്റ്റോറി ദാറ്റ് നീഡ്സ് ടു ബി സെഡ്. സോ നമ്മളുടെ എഫേർട്ട് ഉണ്ട് ആസ് എ ടീം, ആസ് എ ക്രൂ. സോ എല്ലാവരും വരണം, കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഓപ്പൺ മൈൻഡോടെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു നല്ലൊരു ഫാമിലി ത്രില്ലർ ആയിരിക്കും. ആർക്കും വന്ന് കാണാവുന്ന, നിങ്ങളുടെ ഫാമിലി ആയിട്ട് വന്ന് കാണാവുന്ന ഒരു എൻഗേജിങ് വാച്ച് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.